ബംഗളൂരുവിലെ യലഹങ്ക ഫക്കീർ കോളനി ഇന്ന് ഒരു വലിയ വർഗീയ വിഷമായി മാറിയിരിക്കുകയാണ്. സർക്കാർ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി നോട്ടിഫൈ ചെയ്ത 5 ഏക്കർ ക്വാറി പ്രദേശം ഭൂമാഫിയ കൈയടക്കി ചിലർക്കായി കൈമാറ്റം ചെയ്തു വിറ്റു. ആ സ്ഥലത്ത് കുറേ ആളുകൾ അനധികൃതമായി കുടിയേറി. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കാൻ ചെന്നപ്പോൾ അനധികൃതമായ കുടിയേറ്റക്കാർ അവിടെ വീടുകൾ വെച്ച് താമസിക്കുകയാണ്. ആ സ്ഥലം ഗവൺമെൻറ് ബുൾഡോസർ ഉപയോഗിച്ച് റിമൂവ് ചെയ്തു, കയ്യേറി. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്ന പ്രശ്നം. അല്ല, സ്ഥിരമായി എവിടെയെങ്കിലും താമസിക്കുന്ന ആളുകളുടെ സ്ഥലത്ത് നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുകയായിരുന്നില്ല, മറിച്ച് സർക്കാർ വിജ്ഞാപനം ചെയ്ത ഒരു ഭൂമിയിലെ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുകയാണ് ചെയ്തത്. അതിന് ബുൾഡോസർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമായ വിഷയമായി തീർന്നിരിക്കുന്നത്. പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം, അവിടെ താമസിക്കുന്നത് മുസ്ലിങ്ങളാണെന്നും മുസ്ലിങ്ങളെ ബോധപൂർവം കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇതൊക്കെ വളരെ വ്യാപകമായി പ്രചരണം കൊടുത്ത് നമ്മുടെ സമൂഹത്തിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ശ്രമിക്കുന്നത് എത്ര നിർഭാഗ്യകരമാണ് എന്നാലോചിക്കണം. ഒരു സ്ഥലത്ത് കുടിയൊഴിപ്പിക്കൽ നടന്നെങ്കിൽ അതിനാദ്യം ചെയ്യേണ്ടത് അവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയാണ്. ബംഗളൂരു പോലെയുള്ള ഒരു സ്ഥലത്ത് മാലിന്യ നിർമ്മാർജ്ജനത്തിനായി എടുത്ത സ്ഥലമാണത്. അത് സർക്കാർ നോട്ടിഫൈ ചെയ്ത സ്ഥലമാണ്. അത് ക്വാറി പ്രദേശമാണ്. അത് കയ്യേറിയാണ് ഇവിടെ ഈ വീടുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ന്യായീകരണമായി പറയുന്നത് വീടുകൾ കയ്യേറി വീടുകൾ വെച്ചിരിക്കുന്നവർക്ക് ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ആധാർ കാർഡും ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ തികച്ചും പുനരധിവസിപ്പിക്കുക വളരെ എളുപ്പമാണ്. ഈ ആധാർ കാർഡും ഇലക്ട്രിസിറ്റിയുടെ കണക്ഷനും കിട്ടിയിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് ഉണ്ടെങ്കിൽ അവരെ കൃത്യമായി നോക്കി കണ്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യമാണ് ഗവൺമെൻറ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്. ഒരു വർഗീയ വിഷയമാക്കി മാറ്റി ഈ ലോകത്തെങ്ങും ഇന്ത്യയിലെങ്ങും ഇതൊരു വലിയ പ്രശ്നമായി പ്രചരിപ്പിക്കാൻ നടക്കുന്ന ശ്രമം ആര് ശ്രമിച്ചാലും അത് തികച്ചും നിർഭാഗ്യകരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഏത് വിഷയത്തിലും വർഗീയത കാണുക, അതായത് അവിടെ താമസിക്കുന്നവരിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. പക്ഷേ അവിടെ താമസിക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഒരു ഇഷ്യൂ, ഒരു പ്രശ്നം എന്ന നിലയിൽ നേതാക്കന്മാരെ ഏറ്റെടുത്ത് അതിനെതിരെ പ്രതികരണവുമായിട്ട് വന്നിരിക്കുകയാണ്. CPM അത് ഏറ്റെടുത്തിരിക്കുന്ന 2 മുസ്ലിം നേതാക്കന്മാരാണ്. ഒന്ന് A. റഹീമും ഒന്ന് KT ജലീലും. ഇതിന് തുടക്കം കുറിച്ചാട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനും. തൊട്ടുപുറകെ സമസ്തയുടെ പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതിനെതിരെ പ്രതികരണവുമായിട്ട് വന്നു. കർണാടകയിലെ മുൻ മന്ത്രി CM ഇബ്രാഹിം ഇതിനെതിരെ പ്രതികരണവുമായിട്ട് വന്നു. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി മുസ്ലിം നേതാക്കൾ ഈ യലഹങ്ക ഫക്കീർ കോളനിയിലെ കുടിയൊഴിപ്പിക്കൽ ഒരു വർഗീയ വിഷയമായി കണ്ട് അതിനെതിരെ നടത്തുന്ന പ്രചരണം ശരിക്കും നിർഭാഗ്യകരമാണെന്ന് പറയാതിരിക്കാൻ ഒരു മാർഗവുമില്ല. ഇക്കാര്യത്തിൽ ഏറ്റവും മാന്യമായ പ്രതികരണമുണ്ടായത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞ എല്ലാ സമുദായത്തിലും പെട്ട ആളുകൾ ഈ ഫക്കീർ കോളനിയിൽ താമസിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ മാത്രമല്ല. അതൊരു മാനുഷിക പ്രശ്നമായിട്ടാണ് ലീഗ് കാണുന്നത്. ഈ വിഷയം കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അത് മാന്യമായി പരിഹരിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവിടെ ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ താമസക്കാർക്ക് പുനരധിവാസത്തിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാവുന്നൊരു വലിയ വിഷയമുണ്ട്. നഗരത്തിൻ്റെ ചേരി പ്രദേശങ്ങൾ കൈയടക്കുക, പിന്നെ പുനരധിവാസത്തിനായി അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവിടെ പോകാൻ തയ്യാറാകാതിരിക്കുക. അതാണ് പല പട്ടണങ്ങളിൽ നടക്കുന്ന കാര്യം. ചേരികളിലെ താമസം ആസ്വദിക്കുന്നവർ അവിടെ കള്ളവാറ്റ്, അതുപോലെ തന്നെ പിടിച്ചുപറി, കൊലപാതകം, മോഷണം, കൊട്ടേഷൻ സംഘങ്ങളെ, ഗുണ്ടാ സംഘങ്ങളെ, ഇവരൊക്കെ അവരുടെ ഒരു കേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ കുടിയൊഴിപ്പിക്കുക താരതമ്യേന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സർക്കാർ നോട്ടിഫൈ ചെയ്ത സ്ഥലത്തും ഇവിടെ കുടിയേറിയ ആളുകളെല്ലാം ക്രിമിനൽസാണ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും അഭിപ്രായമില്ല. വളരെ പാവപ്പെട്ട ആളുകൾ ധാരാളമായിട്ട് അതിനകത്തുണ്ട്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അത് ഗവൺമെൻറ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം, എവിടെയും കുടിയൊഴിപ്പിക്കൽ വന്നാൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം, പട്ടണങ്ങളിലെ ചേരി പ്രദേശങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നവർ പട്ടണങ്ങളിൽ തന്നെ താമസിക്കണമെന്ന് ശഠിക്കും. അതാണ് വലിയൊരു പ്രശ്നം. അവരെ പട്ടണങ്ങളിൽ തന്നെ താമസിപ്പിക്കുക എന്നത് ഏത് ഗവൺമെൻറ്റിനും വലിയൊരു വെല്ലുവിളിയാണ്. വലിയ വില കൊടുത്ത് സർക്കാർ ഭൂമി വാങ്ങി അവരെ പട്ടണത്തിലെ പുനരധിവാസം നടത്തുക എന്ന് പറയുന്ന പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്പം മാറിയൊരു സ്ഥലത്തേക്ക് പോകാൻ അവർ തയ്യാറാകുകയുമില്ല. ഇങ്ങനെ ഇന്ത്യയിലെ വികസനത്തിൻ്റെ രംഗത്ത് ഏറ്റവും വലിയ പ്രശ്നം വന്നിരിക്കുന്നത് ഈ കുടിയൊഴിപ്പിക്കലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ്. ഏത് ചെറിയ പ്രശ്നത്തെയും വർഗീയതയുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊരു മാനുഷിക വിഷയമാണ്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല
പി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ എല്ലാ മതത്തിലും പെട്ട ആളുകളുണ്ട്. അവരുടെ വിഷയം മാനുഷികമായിട്ടല്ലേ കാണേണ്ടത്. അതിനെ തെരഞ്ഞു പിടിച്ച് മുസ്ലിം നേതാക്കളെ മുന്നേ നിർത്തി ഈ ഒളിയുദ്ധം നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, നമ്മളെ നാളെ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ചിന്തിക്കണ്ടേ. വളരെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ കേരളിന് വേണ്ടി മഞ്ഞക്കുറ്റി കൊണ്ട് എല്ലായിടത്തും കൊണ്ട് കുഴിച്ചിട്ടു. അപ്പോൾ കേരളില്ല എന്ന് പറയുന്നു. ഇന്ന് ആ മഞ്ഞക്കുറ്റി കുഴിച്ചിട്ട സ്ഥലങ്ങളിലൊന്നും, അത് നോട്ടിഫൈ ചെയ്ത സ്ഥലങ്ങളിലൊന്നും ആളുകൾക്ക് സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. ഇതിനെതിരെ എന്ത് പ്രതികരണമാണ് ഉണ്ടായത്? ഇതിനെതിരെ ജാതിക്കും മതത്തിനും സമുദായത്തിനും ഒക്കെ അതീതമായി പ്രതികരണമല്ലേ ഉണ്ടാകേണ്ടത്? അല്ല, ആ മഞ്ഞക്കുറ്റി കുഴിച്ചിട്ടിരിക്കുന്ന വസ്തുവിൻ്റെ ഉടമസ്ഥൻ ഏത് ജാതിക്കാരനാണ്, ഏത് മതക്കാരനാണ് എന്ന് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാർ ഇറങ്ങി തിരിച്ചാൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇന്ത്യയിലെ വർഗീയ സംഘർഷം കൂടുതൽ രൂക്ഷമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ യലഹങ്കയിലെ ഫക്കീർ കോളനിയുടെ കാര്യം പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത്, കാശ്മീരിൽ നിന്ന് ഉള്ളതെല്ലാം ഇട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നേരെ ഡൽഹിയിലേക്ക് വന്ന് ഡൽഹിയിലെ തെരുവിൽ അലഞ്ഞ ഒരു പറ്റം ആളുകളുണ്ടായിരുന്നു, കാശ്മീരി പണ്ഡിറ്റുകൾ. അവരൊരു അപരാധവും ചെയ്തില്ല. അവരുടെ സ്ഥലങ്ങൾ അവരെ ഒഴിച്ചിട്ടിട്ട് അവരുടെ സ്ഥലം ബലമായി കയ്യേറി, കുറേ പേരെ കൊന്നു, കുറച്ച് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. ഏതാണ്ട് 19 വർഷം അതാണ് അവിടെ നിന്നിരുന്നത്. അപ്പോൾ അവർ കാശ്മീരിലെ പണ്ഡിറ്റുകൾ വന്ന് ഡൽഹി തെരുവിൽ അലയുകയായിരുന്നു. ആർക്കും ഒരു മനസാക്ഷിക്കുത്തും തോന്നിയില്ല. സാമൂഹ്യ പ്രവർത്തകരെ അനങ്ങുന്നില്ല, സാംസ്കാരിക നായകന്മാർ ചലിക്കുന്നില്ല, പ്രസ്താവനയില്ല, പ്രകടനമില്ല, ആരുടെയും ഒരു പ്രതികരണവും ഉണ്ടായില്ല. അത് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത്? ആലോചിക്കേണ്ട വിഷയമല്ലേ അത്? അപ്പോൾ ഇത്തരം വിഷയങ്ങളെ മാനുഷികമായി സമീപിക്കുന്നതിന് പകരം ഒരു പ്രദേശത്തൊരു വിഷയമുണ്ടായാൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ മതം നോക്കി അല്ലെങ്കിൽ ജാതി നോക്കി തങ്ങളുടെ പാർട്ടിയിലുള്ള അതേ മതത്തിൽപ്പെട്ട അതേ ജാതിയിൽപ്പെട്ട നേതാക്കന്മാരുടെ പ്രസ്താവനകളുമായി രംഗത്തിറങ്ങി ജനങ്ങളെ രണ്ട് തട്ടിലാക്കാൻ ശ്രമിക്കുന്നത് തികച്ചും നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതിനുശേഷം അടിയന്തരാവസ്ഥ സമയത്തുണ്ടായ കൊടിയൊഴിപ്പിക്കലുണ്ടല്ലോ, ടർക്ക്മാൻ ഗേറ്റിൽ കൊടിയൊഴിപ്പിച്ചു. അന്ന് ജനതാ പാർട്ടി പ്രഖ്യാപിച്ചത്, ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ കൊടിയൊഴിപ്പിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും കൊണ്ട് അവിടെ പുനരധിവസിപ്പിക്കുന്നുണ്ട്. ആരെയും പുനരധിവസിപ്പിച്ചില്ല. അത് പ്രായോഗികമായി പുനരധിവസിപ്പിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മുംബൈ സിറ്റിയുടെ ഏറ്റവും വികൃതമായ രൂപമാണ് മുംബൈക്ക് ചുറ്റുമുള്ള കോളനികൾ. ഈ കോളനികളാണ് ക്രിമിനലുകളുടെ, അതുപോലെ തന്നെ വ്യാജ ചാരായം വിൽക്കുന്നവരുടെ, ഉൽപ്പാദിപ്പിക്കുന്നവരുടെ, അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ വലിയൊരു ഭാഗം മുംബൈയിലെ ഈ കോളനിയാണ്. മുംബൈ പട്ടണത്തിന് ഇവിടം തൊട്ട് തുടങ്ങുന്നത്. മുംബൈ പട്ടണത്തോടെ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ധാരാവി. ആ ധാരാവിയിലെ ചേരി പ്രദേശം മുംബൈക്ക് എന്നും തലവേദനയാണ്. മുംബൈയിലേക്ക് വന്ന് വിമാനമിറങ്ങുന്ന ഒരു വിദേശി ആദ്യം കാണുന്നത് ഈ ധാരാവിയിലെ കൊച്ചു 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 കുടിലുകളാണ്. അവിടെ താമസിക്കുന്ന ആളുകളെ കുടിയൊഴിപ്പിച്ചിട്ട് അവർക്ക് തന്നെ നല്ല ഫ്ലാറ്റ് വെച്ച് കൊടുക്കാൻ ഗവൺമെൻറ് പദ്ധതിയുമായിട്ട് വന്നപ്പോൾ ഇതേ രാഷ്ട്രീയക്കാർ ഇടപെട്ടു. അവിടെ മാറണ്ട, നിങ്ങളവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു നിന്നു. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നത് മറ്റാരുമല്ല, വളരെ സങ്കുചിത ചിന്തയുള്ള, ദുഷ്ടബുദ്ധിയുള്ള, നികൃഷ്ടജീവികളായ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ എന്തിനും ഏതിനും ജാതിയും മതവും കാണുകയും ക്ഷീരമുള്ള അകിടിൻ്റെ ചുവട്ടിലെ ചോര തന്നെ കുടിക്കാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്താൽ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് മതസൗഹാർദ്ദം നിലനിൽക്കുന്നത്? നമ്മുടെ രാജ്യത്തെ മതസൗഹാർദ്ദത്തെയും മതനിരപേക്ഷതയെയും തകർക്കുന്നത് സാധാരണ ജനങ്ങളല്ല, അവനവൻ്റെ ജീവിതമാർഗം തേടി പോവുകയാണ്. ഇവിടെ സാധാരണ ഹിന്ദുവിനും സാധാരണ മുസ്ലിമിനും സാധാരണ ക്രിസ്ത്യാനിക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവരെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിപ്പിക്കാൻ നടത്തുന്ന ഏറ്റവും ജുഗുൽസാവഹമായ, ഏറ്റവും വൃത്തിഹീനമായ, സംസ്കാരശൂന്യമായ ചില പ്രവർത്തനങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് യലഹങ്ക ഫക്കീർ കോളനിയുടെ പേരിൽ ഇന്ന് നടക്കുന്ന വിവാദങ്ങൾ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.